ഇപ്പോൾ നടക്കുന്ന യുദ്ധം അത് അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് ഇറാന് നേർക്ക് നടത്തുന്നതാണെങ്കിലും അക്കൂട്ടത്തിൽ ഒരു വിജയം, അപ്രതീക്ഷിത നീക്കം അത് നടത്തിയിരിക്കുന്നത് ഇന്ത്യ തന്നെയാണ്. എന്തു ചെയ്യരുത് എന്ന് അമേരിക്ക പറഞ്ഞു, ആ അമേരിക്കയെ കൊണ്ട് തന്നെ നിലവിൽ മാറ്റിപ്പറയിച്ചിരിക്കുന്നു. ഉപരോധങ്ങളൊക്കെ എടുത്ത് തോട്ടിലെറിഞ്ഞിരിക്കുന്നു ഇന്ത്യ. അങ്ങനെ റഷ്യൻ എണ്ണക്കപ്പലുകൾ ഇന്ത്യയിലാക്കി പാഞ്ഞെടുക്കുകയാണ്. ഒരു വലിയ നയതന്ത്ര നീക്കമായി, വിജയമായി തന്നെ ഇതിനെ പലരും വിലയിരുത്തുന്നുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആയിരുന്നു ഇന്ത്യ എന്ന വ്യക്തമായ ഒരു പ്രതികരണം നൽകാത്തത്. അനാവശ്യമായി ഒരു പ്രതികരണം നൽകി പിന്നീട് അതിൻ്റെ ജാള്യത മറയ്ക്കേണ്ടതില്ലല്ലോ, മറിച്ച് പറഞ്ഞ അമേരിക്കയെ കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിച്ചാലോ, അതല്ലേ ഹീറോയിസം. അത്തരമൊരു നീക്കമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സ്ഫോടനാത്മകമായിട്ടുള്ള സാഹചര്യമെന്ന് പറയുന്നത് കേവലം അതിർത്തി തർക്കങ്ങൾക്കപ്പുറം ലോകക്രമത്തെ തന്നെ മാറ്റിവരയ്ക്കാൻ ശേഷിയുള്ളതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ചരിത്രവും പഴയകാല പ്രവചനങ്ങളും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു മാറ്റത്തിൻ്റെ വക്കിലൂടെ ഈ പ്രദേശം കടന്നു പോകുന്നുണ്ട്. ഇറാനും അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടുന്ന ശക്തികൾ തമ്മിലുള്ള സംഘർഷം അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക ശക്തമാകുന്ന ഘട്ടത്തിൽ ഇന്ത്യ ആകട്ടെ അപ്രതീക്ഷിതമായൊരു വിജയം ഇവിടെ കൈവരിച്ചിരിക്കുന്നു. ഉപരോധത്തെ തുടർന്ന് കടലിൽ കുടുങ്ങിക്കിടന്ന റഷ്യൻ എണ്ണക്കപ്പലുകൾ സ്വീകരിക്കാനായി ഇന്ത്യക്ക് 1 മാസത്തെ 30 ദിവസത്തെ ഒരു പ്രത്യേക ഇളവാണ് അമേരിക്കയിൽ നിന്നും സമ്പാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ തീരത്തടുപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് കർശനമായി നിലപാട് സ്വീകരിച്ച ട്രംപിനെ കൊണ്ട് തന്നെ അത് മാറ്റി പറയിപ്പിച്ചിരിക്കുന്നു. ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യൻ എണ്ണയ്ക്കുമേൽ ഏർപ്പെടുത്തിയ കർശനമായ ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴായിരുന്നു ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഈ സുപ്രധാന തീരുമാനം അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ മറ്റു മാർഗം ഇന്ത്യക്ക് മുന്നിലില്ല. അതല്ലെങ്കിൽ ഇന്ത്യ പറയുന്നതനുസരിച്ച് യുദ്ധം അവസാനിപ്പിക്കുക എന്നതല്ലാതെ അമേരിക്കയ്ക്ക് മുന്നിൽ മറ്റൊന്നും തന്നെയില്ല. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ തീരുമാനത്തിനോട് വഴങ്ങുക എന്നതാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. ഏറെ മാസങ്ങളായി സമുദ്രമധ്യത്തിൽ നങ്കൂരമിട്ടിരുന്ന ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് അങ്ങനെ വൈകാതെ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. സമുദ്രമധ്യത്തിൽ കുടുങ്ങിയ റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് ഇൻഷുറൻസും പണമടയ്ക്കാനുള്ള തടസ്സങ്ങളും കാരണം ചരക്ക് ഇറക്കാനായി കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ മൂലം ശക്തമായ നയതന്ത്ര നീക്കത്തിലൂടെ മാനുഷികവും സാമ്പത്തികവുമായ കാരണങ്ങൾ മുൻനിർത്തി ഒരു 30 ദിവസത്തെ വിൻഡോ അമേരിക്കൻ അധികൃതർ തുറന്നു നൽകിയിരിക്കുകയാണ്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ, നിശ്ചിത സമയത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്കൊക്കെ തന്നെ ഇന്ത്യയിലെത്തി ചരക്കിറക്കാനായി കഴിയും. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്ന കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ ബാരലിന് $100 മുകളിലേക്ക് കുതിക്കാൻ പോകുന്നുവെന്ന വാർത്ത വരുന്ന ഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യമായി ഇന്ത്യ അങ്ങനെ മാറും. ഇന്ത്യയുടെ തീരുമാനത്തിന് ഈ ഇളവ് വലിയ കരുത്തായി മാറും. റഷ്യയുടെ പ്രമുഖ എണ്ണ കമ്പനികളായിട്ടുള്ള റോസ്നെഫ്റ്റും ഗാസ്പ്രോമോയും അയച്ച കപ്പലുകളാണ് ഇപ്പോൾ കടലിൽ കുടുങ്ങിക്കിടന്നത്. അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടോ റഷ്യയെ വേദനിപ്പിക്കാതെയോ ഉപരോധങ്ങൾ ലംഘിക്കാതെയോ എങ്ങനെ വളരെ സ്മൂത്തായി കാര്യങ്ങൾ നടത്തിയെടുക്കാമെന്നുള്ള മികച്ച ഉദാഹരണം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. എണ്ണ എങ്ങനെ ഇറക്കുമതി ചെയ്യാമെന്ന കാര്യത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും പെട്രോളിയം മന്ത്രാലയവും നിരന്തരമായി ചർച്ചകൾ നടത്തിയിരുന്നു, കാര്യങ്ങൾ തിരക്കിയിരുന്നു. ഈ ഘട്ടത്തിലാണ് യുദ്ധം പൊട്ടി പുറപ്പെട്ടത്. ഇത് മറ്റൊരു തരത്തിലെങ്കിലും ഇന്ത്യക്ക് അനുഗ്രഹമായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്ത്യയുടെ ഈ നീക്കം ആഗോള എണ്ണ വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില വർധനവ് തടയാനും ഒക്കെ തന്നെ സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം തുടരുമ്പോഴും അമേരിക്കയുമായി നയതന്ത്ര സൗഹൃദം ദൃഢമായി നിലനിർത്താൻ ഇന്ത്യക്ക് കഴിയുന്നു. ഇതിൻ്റെ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു തെളിവ് കൂടിയായി ഈ ചരിത്രപരമായ തീരുമാനം മാറും. ഇറാൻ കപ്പലിനെ സഹായിച്ചതിന് പിറകെ ഊർജ്ജ മേഖലയിലും ഇന്ത്യ നടത്തുന്ന ഈ നീക്കങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതിരിച്ചിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ റഷ്യൻ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്ന നേട്ടം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനങ്ങൾ ലോകത്തെ ആകെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇറാനെതിരെയുള്ള നടപടികൾ പൂർത്തിയാക്കിയാൽ അമേരിക്ക അടുത്തതായി ലക്ഷ്യം വെച്ചിരിക്കുന്നത് ക്യൂബയെ ആയിരിക്കുമെന്ന പരസ്യമായ പ്രഖ്യാപനം ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്കാദ്യം ഇറാൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, അത് കഴിഞ്ഞാൽ അടുത്തത് ക്യൂബ. അതൊരു സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇറാനുമായിട്ടുള്ള സംഘർഷം ഏറെ കഠിനമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ക്യൂബയെ കൂടി അടുത്തതായി ടാർഗറ്റ് ചെയ്തിരിക്കുന്നുവെന്ന് ട്രംപ് തന്നെ പറയുന്നത്.
ദശാബ്ദങ്ങളായി ക്യൂബയ്ക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഇനിയും കൂടുതലായി കടുപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ മുന്നിലുള്ളത്. തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു ശക്തിയെയും ഒരു കാലത്തും വെറുതെ വിടില്ലെന്നും ക്യൂബയിലെ നിലവിലെ ഭരണകൂടത്തിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ട്രംപ് അധികാരമേറ്റതു മുതൽ ഇറാനോടും ക്യൂബയോടും പുലർത്തുന്ന കടുത്ത നിലപാടുകളുടെ തുടർച്ചയായി തന്നെയാണ് ഈ പുതിയ പ്രഖ്യാപനത്തെയും ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ട്രംപിൻ്റെ ഈ പ്രസ്താവന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും പശ്ചിമേഷ്യയിലുമൊക്കെ വലിയ ആശങ്കയ്ക്ക് കാരണമായി മാറുന്നുണ്ട്. സമുദ്രമധ്യത്തിൽ ഇറാൻ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിറകെയാണ് ട്രംപ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ച് മേഖലയിൽ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ ഭീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹം ഇതിനെ നോക്കിക്കാണുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിൻ്റെ ഭാഗമായി ലോക പോലീസ് എന്ന പദവി കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ ശക്തമായി ലോകത്ത് മുഴങ്ങിക്കേൾക്കാനുള്ള ഒരു ശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് ട്രംപ് ഈ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ താഴെയിറക്കാൻ സൈനികപരമായോ സാമ്പത്തികമായോ എന്ത് നടപടിക്കും മടിക്കില്ല എന്നാണ് ട്രംപിൻ്റെ വാക്കിൽ നിഴലിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വാഷിംഗ്ടണിൽ നിന്നും ഇതിൻ്റെ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടും പുറത്തു വരികയാണ്. അതായത് ഭരണകൂടം മാറാൻ പോകുന്നു, അവർ മാറുമ്പോൾ നിങ്ങൾ വേട്ടയാടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടി താൻ നിലകൊള്ളുമെന്നും അവിടെ നിലനിൽക്കുന്ന സ്വേച്ഛാധിപത്യത്തിന് അന്ത്യം കുറിക്കുമെന്നുമുള്ള വാദമാണ് ട്രംപ് ഉയർത്തുന്നത്. അതിനിടയിൽ പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായുള്ള ഖത്തറിലെ അൽ ഉദൈദ് താവളത്തിന് നേരെ ആക്രമണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ബോംബർ വിമാനങ്ങൾ പാഞ്ഞെത്തി. ഈ പറന്നെത്തിയ ഇറാൻ ബോംബർ വിമാനങ്ങളെ ഖത്തർ വ്യോമസേന കൃത്യമായി തന്നെ വെടിവെച്ചിട്ടു. തിങ്കളാഴ്ച രാവിലെ നടന്ന ഈ സംഭവം മേഖലയിൽ വലിയൊരു സൈനിക സംഘർഷ സാധ്യത തന്നെയാണ് ഒഴിവാക്കിയത്. അമേരിക്കൻ സൈനിക താവളത്തിലേക്ക് എത്താൻ വെറും 2 മിനിറ്റ് മാത്രം ശേഷിക്കവെയാണ് ഖത്തറിൻ്റെ യുദ്ധവിമാനങ്ങൾ ഈ ഇറാനിയൻ വിമാനങ്ങളെ തകർത്തതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.